ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ആനിയൻ സഫിയ ഡയറീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഒന്ന് ക്രോഷ്യ പഠിച്ചാലോ. ക്രോഷ്യയിൽ നമ്മൾ ഒരു ബോയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. ഒരു 3/4 മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഭയങ്കര സിമ്പിളാണെന്ന് പറയാൻ പറ്റത്തില്ല. അത്യാവശ്യം ഈ സ്റ്റിച്ചുകളും കാര്യങ്ങളൊക്കെ പഠിച്ചാൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ നോട്ട് ഇട്ടിട്ടുണ്ട്. നമുക്കിതിനകത്ത് 63 ചെയിൻസാണ് കൊടുക്കേണ്ടത്. നമുക്ക് 63 ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം. ഇത് ഭയങ്കര സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് ചെയ്യാം. ഇത് അറിയാൻ പറ്റാത്തവർ നോക്കി പഠിക്കുക. ഞാൻ കുറച്ച് സ്പീഡായിട്ടാണ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഗായ്സ്, നമ്മൾ വേണ്ട 68 ചെയിൻ സ്റ്റിച്ച് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഹാഫ് ഡബിൾ ക്രോഷ്യയാണ്. അപ്പോൾ ആറ് ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. അതിന് മുന്നേ ഒരു എക്സ്ട്രാ ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഒരെണ്ണം ഒരു ചെയിൻ സ്റ്റിച്ച് വിട്ടിട്ട് വേണം അടുത്തതിൽ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡബിൾ ക്രോഷ്യ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ഒരു യാൺ ഓവർ ചെയ്തിട്ട് നമ്മളതിലേക്ക് കയറ്റുക. അടുത്ത ചെയിൻ സ്റ്റിച്ച് കയറ്റിയിട്ട് നമ്മൾ പുൾ ചെയ്യുക. വേറൊരു യാൺ ഓവർ ചെയ്തിട്ട് പുൾ ത്രൂ ഓൾ ദ ലൂപ്സ്. അപ്പോൾ നമ്മൾ എല്ലാ ലൂപ്പിലും കൂടെ പുൾ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ യാൺ ഓവർ ചെയ്യുക, വീണ്ടും യാൺ ഓവർ ചെയ്യുക. അതിങ്ങനെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല, നിങ്ങൾ കണ്ടാൽ മതി. കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. അങ്ങനെ 6 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഈ 6 ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യേണ്ടത്. ഫസ്റ്റ് നിങ്ങൾ ഡബിൾ ക്രോഷ്യ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കും. ഇതറിയാവുന്നവർ കാണേണ്ട ആവശ്യമില്ല, സ്കിപ്പ് ചെയ്തോ. അപ്പോൾ നമ്മളിത് 6 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ആ ചെയിൻ സ്റ്റിച്ചിലേക്ക് നമ്മളുടെ നീഡിൽ കന്നിട്ട് പിന്നെ യാൺ ഓവർ ചെയ്തിട്ട് ഇതിൽ കൂടെ വലിച്ചെടുക്കുക. കാണുമ്പോൾ മനസ്സിലാവും. ഈ ലൂപ്പിൽ കൂടെ വലിച്ചെടുക്കുക. ഇതാണ് സ്ലിപ്പ് സ്റ്റിച്ച്. അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് നമുക്ക് 6 എണ്ണമാണ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം അടുത്ത് നമ്മൾ ചെയ്യേണ്ടതാണ് 16 ഡബിൾ ക്രോഷ്യ, അതായത് 16 ഡബിൾ ക്രോഷ്യാണ് നമുക്ക് ചെയ്യാനുള്ളത്. 16 ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും 6 സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും 16 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഹാഫ് ഡബിൾ ക്രോഷ്യയാണ്, ഡബിൾ ക്രോഷ്യ അല്ല, ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. എന്നിട്ട് വീണ്ടും സ്ലിപ്പ് സ്റ്റിച്ച് 6 എണ്ണം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 6 ഹാഫ് ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മളുടെ ഈ ഒരു റോ കംപ്ലീറ്റ് ആവും. പിന്നെ അടുത്തത് നമ്മളുടെ മേളിലേക്കുള്ള സംഭവമാണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഫസ്റ്റ് എന്താണ്, നമ്മൾ ആദ്യം ചെയ്തു 6 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. അത് കഴിഞ്ഞിട്ട് 6 സ്ലിപ്പ് സ്റ്റിച്ചും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് 16 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും 6 സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും 16 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് വീണ്ടും സ്ലിപ്പ് സ്റ്റിച്ച് 6 എണ്ണം കൊടുത്തിട്ട് 6 ഹാഫ് ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്യുമ്പോൾ ഈ റോ ഇതേപോലെ കംപ്ലീറ്റ് ആവും. കണ്ടോ, ഞാൻ പറഞ്ഞ പോലെ തന്നെയാണിത്. അപ്പോൾ മനസ്സിലാക്കാം. നമുക്ക് 4 പ്രാവശ്യം 6 സ്ലിപ്പ് സ്റ്റിച്ചും കൊടുക്കണം. 2 പ്രാവശ്യം 6 ഡബിൾ ക്രോഷ്യ 6 എണ്ണം ചെയ്യണം. പിന്നെ 16 എണ്ണം നമുക്ക് 2 പ്രാവശ്യം ചെയ്യാനുണ്ട്. ഇനി അടുത്തത് ഇത് ബാക്ക്വേർഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് ബാക്കിലത്തെ ഒരു ലൂപ്പിലൂടെയാണ് നമ്മൾ എല്ലാ സ്റ്റിച്ചും ചെയ്യേണ്ടത്. ഇതും സെയിം അതേപോലെ തന്നെ. ഫസ്റ്റ് എന്താണ്, 6 ഡബിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ, 6 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 6 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 16 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെ 6 എണ്ണം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും 16 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് 6 എണ്ണം ചെയ്യുക. പിന്നെ ഹാഫ് ഡബിൾ ക്രോഷ്യ 6 എണ്ണം ചെയ്യുക. അങ്ങനെയാണ് ഈ റോയും കംപ്ലീറ്റ് ആകുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് 6 ഹാഫ് ഡബിൾ ക്രോഷ്യയാണ്. അപ്പോൾ ഈ ഒരു സംഭവം ചെയ്യേണ്ടതാ, ഇത് കണ്ടില്ലേ, ഒരിക്കലും നടുക്ക് വെച്ച് കുത്തി കൊടുക്കരുതാ. ഇങ്ങനെ ഇതിൻ്റെ ആ ഒരു ബാക്കിലെ ലൂപ്പിലാണ് ചെയ്യേണ്ടത്. എനിക്ക് പറയാറില്ല ഗൈസ്, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ ഇതേപോലെ 4 റോയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ 4 റോ കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു സാധനമാണ് കിട്ടുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു മോഡൽ കിട്ടത്തില്ല, എവിടേക്കും നീണ്ടൊക്കെ ഇരിക്കും. ചിലത് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് റെഡി ആവത്തില്ല കേട്ടോ, അതൊരു വേറൊരു ഷേപ്പിലോട്ടൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ കറക്റ്റ് ഷേപ്പ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ സ്റ്റിച്ച് കറക്റ്റാണ്. അപ്പോൾ ജസ്റ്റ് ഇതിനെ നമ്മളിങ്ങനെ കറക്റ്റായിട്ടൊന്ന് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ഞാൻ കട്ട് ചെയ്ത് കളയുക കേട്ടോ, ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ചെയിൻ സ്റ്റിച്ചും കൂടെ ചെയ്തിട്ട് നമ്മൾ മറ്റേ
ക്ലോസ് ചെയ്യുവാണ്, എൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നടുക്ക് വേറെ യാൺ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുമ്പോൾ ഇതേപോലത്തെ ഒരു ലുക്ക് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതെനിക്കൊരു എൻ്റെ കസിന് കൊടുക്കാനുള്ളതാണ്. അപ്പം ഞാനത് അവൾക്കൊരു ക്ലിപ്പും കൂടെ കുത്തി കൊടുക്കണമല്ലോ. അപ്പോൾ അതൊരു ക്ലിപ്പും കൂടെ അതിൻ്റെ ബാക്കിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നല്ല യാൺ വെച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ നല്ല ഫിനിഷിങ്ങിലൂടെ കിട്ടും. ഈ ലോ ക്വാളിറ്റി ആണെങ്കിൽ ഇതേപോലെ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ നോക്കുമ്പോൾ എന്തോ പോലെ ഇരിക്കുന്നത് കണ്ടില്ലേ, എനിക്കിഷ്ടപ്പെട്ടില്ല ഗൈസ് ഇങ്ങനെ. പക്ഷെ നേരിട്ട് നോക്കുമ്പോൾ നല്ല രസമാട്ടോ. ഇങ്ങനെ നോക്കുമ്പോൾ വലിയ ഭംഗിയൊന്നും ഇതിന് കാണാനില്ല. അതായത് എന്തോ ഒരു ഷേപ്പ്ലെസ് ആയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. ഞാൻ എത്ര ശ്രമിച്ചിട്ട് ഇങ്ങനെ തന്നെ വന്നുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും. എനിക്ക് റിയലായിട്ട് കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ ബൈ.